അമ്മ അമ്മ എന്നിട്ടത് പറിച്ചോണ്ടിരിക്കണ കൊറേ ചെടികളൊക്കെ പറക്കിണ്ടല്ലോ. ഇത് കഞ്ഞുണ്ണി, കയ്യോന്യം കഞ്ഞുണ്ണി എന്നൊക്കെ പറയുന്ന സാധനമാണത്. ഇതെന്തിനാ ഇതൊക്കെ പറിച്ചോണ്ടിരിക്കണ്? ഇത് നമുക്ക് കൺമഷി ഉണ്ടാക്കാൻ. എന്റെ കൺമഷി കഴിഞ്ഞു, അപ്പൊ കൺമഷി ഉണ്ടാക്കാനാണ്. വീട്ടിലുണ്ടാക്കാൻ പറ്റുമോ കൺമഷിയൊക്കെ? വീട്ടിലുണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് പറമ്പിന്ന് കിട്ടുന്ന തുളസി, കിഴാർനെല്ലി, കഞ്ഞുണ്ണി അല്ലെങ്കിൽ കയ്യോന്യം, പിന്നെ പൂവാങ്കുരുന്നില, പിന്നെ വെറ്റില, ഇതല്ലാതെ നമുക്ക് ക്ലീൻ ആക്കിയിട്ട് മിക്സിയിൽ അടിച്ച് ഇതിന്റെ നീരെടുക്കാം. ഇനി നമുക്കിത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്, അരിച്ചെടുക്കാം. ഇനി നമുക്ക് ചെറിയ കോട്ടൺ തുണി എടുത്തിട്ട് ഇതിൽ മുക്കി പിഴിഞ്ഞ് ഇത് തണലിൽ ഉണക്കിയെടുക്കണം. ഇതിന് ഉണങ്ങിയതിന് ശേഷം ഒരിക്കൽ കൂടി ഇതിൽ മുക്കിയിട്ട് വീണ്ടും ഉണക്കിയെടുക്കണം. ഇപ്പൊ തുണിയൊക്കെ നന്നായി ഉണങ്ങി ഇനി നമുക്ക് ഇതുപോലെ തിരികളാക്കി എടുക്കണം. ഈ തിരികളൊക്കെ ഇങ്ങനെ ചിരാതുകളിൽ വെച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തിരിയൊക്കെ കത്തിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രം ഇങ്ങനെ മൂടി വെക്കാം. ഇങ്ങനെ വെക്കാം. കരി മുഴുവൻ ഇതിൽ പിടിക്കണം. ഇപ്പൊ നമ്മുടെ കൺമഷിയുടെ കരി ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കരിയൊക്കെ ഈ ഇലയിലേക്ക് എടുക്കാം. ഇനി നമുക്കിതിൽ നെയ്യ് ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, എന്തൊക്കെ കെമിക്കലുകളൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. അത് കാരണം നമ്മളിപ്പോൾ സ്വയമായിട്ട് ഉണ്ടാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. പണ്ട് കാലത്തൊക്കെ എങ്ങനെയാണ് ചാന്തും കൺമഷിയൊക്കെ സ്വയം ഉണ്ടാക്കും. ഇത് നമുക്കൊരു ഡബലിക്ക് ആക്കാം. അപ്പൊ നമുക്ക് സ്വയം ഉണ്ടാക്കിയ കൺമഷി കൊണ്ട് കണ്ണെഴുതാം. അധികം വേണ്ടത് ലേശം മതി. നല്ല ഹോം മെയ്ഡ് ഐലൈനർ പോലെയുണ്ട്. സെറ്റായി. അതെ, അടിപൊളി സാധനല്ലേ. നല്ല കൂളിങ് കണ്ണിന്. അപ്പൊ എല്ലാരും വീട്ടില് ട്രൈ ചെയ്ത് നോക്ക അല്ലേ? അതെ.